നെല്ലിൻ്റെ ആകർഷകമായ ചരിത്രം. പുരാതന വയലുകൾ മുതൽ നമ്മുടെ പാത്രങ്ങൾ വരെ. എല്ലാവർക്കും ഷെഫ് ജോജിയുടെ ചാനലിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു ചെറിയ യാത്ര നടത്താം. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ഒരു യാത്ര. ഒരു ചെറിയ അരിമണിയിൽ തുടങ്ങിയ യാത്ര. നമ്മൾ ദിവസവും കഴിക്കുന്ന അരിക്ക് മിക്ക സംസ്കാരങ്ങളെക്കാളും പഴക്കമുള്ള ഒരു കഥയുണ്ട്. ഏകദേശം 9000 വർഷങ്ങൾക്ക് മുൻപ് ചൈനയിലെ യാങ്സി നദിയുടെ തീരത്ത് എവിടെയോ ആണ് മനുഷ്യർ ആദ്യമായി നെല്ല് കൃഷി ചെയ്യാൻ തുടങ്ങുന്നത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലും നെൽകൃഷി ആരംഭിച്ചിരുന്നുവെന്നാണ് പുരാവസ്തു തെളിവുകൾ സൂചിപ്പിക്കുന്നത്. ഒരു പക്ഷേ ചൈനയേക്കാൾ വളരെ മുമ്പ് തന്നെ ഇന്ത്യയിൽ നെൽകൃഷി ആരംഭിച്ചിരുന്നിരിക്കാം. ഈജിപ്തിൽ പിരമിഡുകൾ നിർമ്മിക്കുന്നതിനൊക്കെ മുമ്പ് മനുഷ്യൻ കൈകൊണ്ട് നെല്ല് കൃഷി ചെയ്തിരുന്നുവെന്ന് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ചൈനയിൽ നിന്ന് നെല്ല് ലോകമെമ്പാടും പതുക്കെ സഞ്ചരിച്ചു. ഇന്ത്യയിലേക്കും തെക്കുകിഴക്കൻ ഏഷ്യയിലേക്കും പിന്നീട് ആഫ്രിക്കയിലേക്കും യൂറോപ്പിലേക്കും നെല്ല് എത്തി. എന്നാൽ സാവകാശം ഇന്ത്യയിൽ അരിക്ക് വെറും ഒരു ഭക്ഷണത്തേക്കാൾ വലിയ സ്ഥാനമാണ് ലഭിച്ചത്. നെല്ല് ഒരു പ്രതീകമായി മാറി. വിവാഹങ്ങളിലെ അനുഗ്രഹമായും ക്ഷേത്രങ്ങളിലെ വഴിപാടായും നമ്മുടെ പരമ്പരാഗത ഉത്സവങ്ങളുടെ ഭാഗമായി പോലും അരിക്ക് അതിവിശിഷ്ടമായ ഒരു സ്ഥാനം ലഭിച്ചു. ചരിത്രത്തിലെ ഏറ്റവും വലിയ യാത്രകളിൽ അരിയും ഒരു ഭാഗമായി മാറി. BC 2-ാം നൂറ്റാണ്ട് മുതൽ 15-ാം നൂറ്റാണ്ടിൻ്റെ മധ്യം വരെ കിഴക്കും പടിഞ്ഞാറും പ്രധാനമായും ഏഷ്യയിലുടനീളം ബന്ധിപ്പിക്കുന്ന വ്യാപാര പാതകളുടെ ഒരു ശൃംഖലയായിരുന്ന സിൽക്ക് റോഡിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ആ സിൽക്ക് റോഡിലെ പ്രധാന വ്യാപാര വസ്തുക്കളിൽ ഒന്നായിരുന്നു നെല്ല്. അങ്ങനെ പരിവേഷകർ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും നെല്ല് എത്തിച്ചു. എല്ലാ സംസ്കാരങ്ങളിലും അരിയില്ലാതെ അവരുടെ മീൽ അപൂർണമായി മാറി. ജപ്പാനിൽ അരിയെ ഗോഹാൻ എന്നാണ് വിളിക്കുന്നത്. അതിൻ്റെ അർത്ഥം തന്നെ ഭക്ഷണം എന്നാണ്. നമ്മുടെ സ്വന്തം നാടായ കേരളത്തിലും അരിയില്ലാതെ ഒരു ജീവിതം നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. കഞ്ഞി മുതൽ ബിരിയാണി വരെ അത് എല്ലാ അടുക്കളയിലുമുണ്ട്. പക്ഷേ അരി പാരമ്പര്യത്തിൻ്റെ മാത്രം വിഷയമല്ല, അതിജീവനത്തിൻ്റെ വിഷയം കൂടെയാണ്. ഇന്നും ലോക ജനസംഖ്യയുടെ പകുതിയിലധികം പേർക്കും ഉള്ള ഭക്ഷണമാണ് അരി. ഇനി നമ്മൾ ലോകത്തിൻ്റെ ഏത് കോണിൽ ജീവിച്ചാലും അരി എന്ന ആഹാരം നമുക്ക് ഊർജവും ആശ്വാസവും മാത്രമല്ല, നമ്മുടെ ഭവനത്തിൻ്റെ, നമ്മുടെ നാടിൻ്റെ ഓർമ്മയും നമുക്ക് നൽകും. അത് സത്യമല്ലേ? ഇനി അരിയെപ്പറ്റി അതിശയിപ്പിക്കുന്ന ഒരു കാര്യം, ലോകത്ത് 40,000-ത്തിലധികം ഇനം അരികളുണ്ട് എന്നുള്ളതാണ്. ഇന്ത്യയിലെ സുഗന്ധമുള്ള ബസ്മതി അരി മുതൽ തായ്ലൻഡിലെ സ്റ്റിക്കി റൈസ് വരെ ഓരോന്നിനും വ്യത്യസ്തമായ ഒരു കഥ പറയാനുണ്ട്. ഇന്ന് ലോകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന അരിയുടെ ഭൂരിഭാഗവും ചൈന, ഇന്ത്യ, ഇന്തോനേഷ്യ, ബംഗ്ലാദേശ്, വിയറ്റ്നാം, തായ്ലൻഡ്, മ്യാൻമർ, ഫിലിപ്പീൻസ്, കൊറിയ, ജപ്പാൻ എന്നിവിടങ്ങളിൽ നിന്നാണ്. ലോകത്തിലെ മൊത്തം അരി ഉൽപ്പാദനത്തിൻ്റെ 87% ഇപ്പോഴും ഏഷ്യൻ കർഷകരാണ് ചെയ്യുന്നത്. അരിയെപ്പോലെ ലോകത്തിൻ്റെ പല ഭാഗത്ത് എത്തുകയും അവരുടെ കൾച്ചറിൻ്റെ ഭാഗമായി മാറുകയും ചെയ്ത മറ്റൊരു ഭക്ഷണം ഇല്ല. നമുക്കും ഇന്ന് അരിയില്ലാത്ത ജീവിതത്തെപ്പറ്റി ചിന്തിക്കാൻ പോലും കഴിയില്ല. ഭൂതകാലത്തിനും വർത്തമാനത്തിനും ഭാവിക്കും ഇടയിലുള്ള സംസ്കാരങ്ങളെ മനോഹരമായി ബന്ധിപ്പിക്കുന്ന ഭക്ഷണമാണ് റൈസ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.